ഉന്നത വിദ്യാഭ്യാസ രംഗം എന്നത് അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. അർഹരായവർക്ക് സംസ്ഥാനത്ത് തന്നെ മികച്ച ജോലി ലഭ്യമാക്കാനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ആർ നാസർ പറഞ്ഞു. ലോക നിലവാരത്തിലും അതിലുപരിയുമായുള്ള വിദ്യാഭ്യാസമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്ന് ആർ നാസർ പറഞ്ഞു. സർക്കാർ സ്കൂളുകളെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPIM രാമങ്കരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ നാസർ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസം നൽകുകയും അങ്ങനെ നൽകിയ ആ കുട്ടികളെ ഈ കേരളത്തിൽ തന്നെ നിലനിർത്തണം. അതാണ് പ്രധാനം. കേരളത്തിൽ തന്നെ അവർക്ക് ഏറ്റവും മാന്യമായ ജോലി ലഭിക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് അവരിവിടെ നിൽക്കുക. അവരുടെ കഴിവുകൾ, ആ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുത്തിട്ടുള്ള കഴിവുകൾ നമ്മൾ യഥാർത്ഥത്തിൽ അറിവ് പകർന്നു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിവ് ഉൽപ്പാദിപ്പിക്കുക. 12ാം ക്ലാസ് വരെയുള്ള നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിവ് നമ്മൾ പകർന്നു കൊടുക്കണം. പകർന്നു കൊടുത്തിട്ട് അവരെ ഓരോരുത്തർ ചെയ്യുക. ഇതല്ല പുതിയ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ അറിവ് ഉൽപ്പാദിപ്പിക്കുകയാണ്. അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ അറിവ് ഉൽപ്പാദിപ്പിക്കുക, പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുക, പുതിയ അറിവുകളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നുള്ളത് സംബന്ധിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ തീരുമാനത്തിലെത്തുക. ആ അറിവ് നേടുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾ, അവരുടെ കഴിവുകളെ നമ്മൾ ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം. മെഡിക്കൽ, നിയമപഠനം എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെയും ഇതേ യോഗത്തിൽ ആദരിച്ചു. യോഗത്തിൽ CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി അംഗം CP ബ്രീവൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KK അശോകൻ, KR പ്രസന്നൻ, M കൃഷ്ണലത, MV പ്രിയ ടീച്ചർ, CM അനിൽകുമാർ, D സലീംകുമാർ എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ പൊതുവായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാവണം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. സ്ഥാനമാനങ്ങൾക്കപ്പുറം ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്നും ആഞ്ചലോസ് പറഞ്ഞു. CPI നേതാവ് KD മോഹനന്റെ 5ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് മങ്കൊമ്പിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TJ ആഞ്ചലോസ്. സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു KD മോഹൻ എന്നും അദ്ദേഹത്തിന്റെ സ്മരണകൾ പ്രവർത്തകർക്ക് പ്രചോദനമാണെന്നും ആഞ്ചലോസ് പറഞ്ഞു. അപ്പോൾ അതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളാണ്. അതിനകത്ത് പാർട്ടികൾ തമ്മിൽ സീറ്റുകൾ പങ്കുവെക്കുമ്പോൾ കുറയാൻ കൂടാം, സ്ഥാനമാനങ്ങൾ കുറയാൻ കൂടാം. പക്ഷെ അതല്ല, സ്ഥാനമാനങ്ങളല്ല, ഈ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതിലേക്കാണ് ആ രാഷ്ട്രീയം നമ്മൾ നയിക്കുന്നത്. അത് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടി എന്നുള്ള തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ജനകീയമായി നമുക്ക് കുട്ടനാട്ടിലുള്ള വളരെ വിപുലമായ സാധ്യതകൾ നന്നായി വിനിയോഗിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് KDയെപ്പോലെ ത്യാഗോജ്ജലമായി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാഹചര്യ സ്മരണ നമുക്ക് വലിയ പ്രചോദനം നൽകിയാണ് അദ്ദേഹത്തിൻ്റെ 5ാമത് ചരമവാർഷികത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിലിൻ്റെ പേരിൽ ആ സ്മരണയ്ക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് CPI കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയും കർഷക തൊഴിലാളി യൂണിയൻ BKMUവും സംയുക്തമായാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മങ്കൊമ്പിലെ KD മോഹനൻ സ്മാരക ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ CPI കുട്ടനാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU സംസ്ഥാന സെക്രട്ടറി R അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. BKMU കുട്ടനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി B ലാലി, നേതാക്കളായ PV സുനോസ്, M സന്തോഷ് കുമാർ, സാറാമ തങ്കപ്പൻ, R രാജേന്ദ്രകുമാർ, MV വിശ്വംഭരൻ, ശാന്തിനി വിദ്യാനന്ദൻ എന്നിവർ സംസാരിച്ചു. തോട്ടപ്പള്ളി പൊഴിമുഖവും സ്പിൽവേയും സലാം MLA സന്ദർശിച്ചു. സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തെ തുടർന്നാണ് MLA പൊഴി സന്ദർശിച്ചത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവില്ലെങ്കിലും 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴ മൂലമാണ് സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങൾ വെള്ളത്തിലായത്. നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് MLAയുടെ നിർദ്ദേശാനുസരണം വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് സ്പിൽവേയിലെ 9 ഷട്ടറുകൾ തുറന്നു. സാധാരണ ഘട്ടങ്ങളിൽ 1.6 ഘനയടി വെള്ളം ഉയർന്നാൽ മാത്രമാണ് പൊഴി മുറിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കുക.
നിലവിൽ 1.2 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കിഴക്കൻ ഭാഗങ്ങളിൽ ഉയർന്നിട്ടുള്ളത്. ഇത് കൃത്യതയോടെ പരിശോധിച്ച് വേണ്ടി വന്നാൽ പൊഴി തുറക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് MLA ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാപകൽ വ്യത്യാസമില്ലാതെ അടിയന്തര ഘട്ടങ്ങളിൽ പൊഴി മുറിക്കേണ്ടി വന്നാൽ യഥാസമയം സജ്ജരായിരിക്കണമെന്നും HSLM ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള ജലനിരപ്പ് സംബന്ധിച്ചും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചും MLA കളക്ടറുമായും ആശയവിനിമയം നടത്തിയിരുന്നു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, ഇറിഗേഷൻ ആലപ്പുഴ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KR രജേഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ V അരുൺ, ഓവർസിയർ RG രാഹുൽ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അസോസിയേഷൻ അംഗങ്ങളുടെ സമരം. മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വരുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക, ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക, ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. വൈറ്റ് കാറ്റഗറി നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കുന്നു. വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതോടൊപ്പം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചു, ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ മൊബൈൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകൾ പോലെ വീടുകളിൽ കൊണ്ടുവന്ന് ജോലി എടുത്തിട്ട് പോകും. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഇന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ഥിരം തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്ന നിലയിൽ മൊബൈൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായാലും സ്ഥാപനങ്ങൾ. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ വലിയ മാളുകൾ നാട്ടിൽ വന്നു, വലിയ സൂപ്പർ മാർക്കറ്റുകൾ. ഇതിന്റെ ഫലമായി നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാർ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ധർണാ യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം PG രതീഷ് ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K ജ്യോതി, G പ്രകാശ്, ജില്ലാ സെക്രട്ടറി ശശി സ്റ്റീൻലാൻഡ്, K ചിദംബരം, S മനോജ്, R ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനും പരീക്ഷാഫലം വിശകലനം ചെയ്യുന്നതിനുമായി ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ ഒത്തുകൂടി. പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകനവും പുതിയ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ പരിശീലനവും സംഗമത്തിന്റെ ഭാഗമായി നടത്തി. HSLM MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തന്നെ ഓരോ സ്കൂളിലും നോക്കുമ്പോൾ ഓരോ തരത്തിൽ കാണാൻ പറ്റും. എൻ്റെ മണ്ഡലത്തിലെ ഓരോ സ്കൂളുകൾ നോക്കുമ്പോൾ ഓരോ സ്കൂൾ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെന്ന് എനിക്ക് കുറച്ച് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. റിസൾട്ടിൽ വരുന്ന മെച്ചപ്പെട്ട അവസ്ഥയെക്കുറിച്ചും മോശമായി ചില സ്കൂൾ വന്നാൽ അതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ നിശ്ചയമായിട്ട് പുറമേ നോക്കുമ്പോൾ കൂടി നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഓരോ സ്കൂളിലെയും അവിടുത്തെ സ്ട്രെങ്ത്, അവിടുത്തെ അധ്യാപകരുടെ ഓരോരുത്തരുടെയും ശേഷി, അതെല്ലാം നന്നായി ഒന്ന് മനസ്സിലാക്കി അതെല്ലാം കൂടി ചേർത്ത് ടോട്ടലായി ആ വിദ്യാലയത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മികവ് അത് പ്രകടമാക്കാൻ അത്രയും നേട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത് ഓരോ സ്കൂളിനും ഓരോ രീതിക്കായിരിക്കും പറ്റിയത്. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ശില്പശാലയിൽ ചെങ്ങന്നൂർ ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടർ VK അശോക് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, അജിത് R പിള്ള, സന്തോഷ് സാഗർ, ജയശ്രീ, ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ J സജി എന്നിവർ സംസാരിച്ചു. അസൗകര്യങ്ങൾക്ക് നടുവിൽ 2 സർക്കാർ സ്ഥാപനങ്ങൾ. ചങ്ങനാശ്ശേരി കുന്നുംപുറത്ത് റവന്യൂ ഭൂമിയിൽ ഒരു വളപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന തൃക്കുടിത്താനം മൃഗാശുപത്രിയും വില്ലേജ് ഓഫീസുമാണ് വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്നത്. 100 കണക്കിന് ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ആശ്രയമായ മൃഗാശുപത്രി കെട്ടിടം ഇന്ന് അസൗകര്യങ്ങളുടെ നടുവിലാണ്.
ആശുപത്രിയുടെ പുറം ചുവരുകൾ പൊളിഞ്ഞു വീണു തുടങ്ങി. വളർത്തുമൃഗങ്ങളുമായി എത്തുന്നവർക്ക് ഇവിടെ യാതൊരു സൗകര്യവുമില്ല. മൃഗങ്ങളെ പരിശോധിക്കാനുള്ളത് ഇടുങ്ങിയ ഒരു മുറി മാത്രമാണ്. മതിയായ ഒബ്സർവേഷൻ ടേബിളും ഓപ്പറേഷൻ ടേബിളും ഇവിടെയില്ല. കന്നുകാലികളുമായി വരുന്നവർ ആശുപത്രിയുടെ പിന്നിൽ അസൗകര്യവും വൃത്തിഹീനവുമായിടത്ത് വേണം മൃഗങ്ങളെ കെട്ടാൻ. ആക്രമണ സാധ്യതയുള്ള വളർത്തു നായ്ക്കൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കി പരിശോധിക്കാനും സൗകര്യമില്ല. പഴയ തൃക്കൊടിത്താനം വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് 1996 മൃഗാശുപത്രിയായി മാറിയത്. സമീപത്ത് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടവും നിലവിൽ വന്നു. വർഷങ്ങൾ പഴക്കമുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടം മൃഗാശുപത്രിക്ക് ലഭിച്ചതിന് ശേഷം മതിയായ അറ്റകുറ്റപ്പണികളും പരിപാലനവും നടന്നിട്ടില്ല. ഒരു ഡോക്ടർ ഉൾപ്പെടെ 4 ജീവനക്കാർ ആശുപത്രിയിലുണ്ട്. ആശുപത്രിയുടെ അസൗകര്യവും അപകടസ്ഥതയും ചൂണ്ടിക്കാട്ടി ജീവനക്കാർ പലവട്ടം പഞ്ചായത്തിന് അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. അമരഭാഗത്ത് പുതിയ മൃഗാശുപത്രി കെട്ടിടം നിർമ്മിക്കാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങളൊന്നും നടന്നില്ല. ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ് ഈ സ്ഥലം. വെള്ളക്കരം കുടിശ്ശികയായതിനെ തുടർന്ന് ജല അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചത് കാരണം ഇവിടെയുള്ള വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും ദുരിതത്തിലാണ്. 19,000 രൂപയോളം കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് 1 വർഷം മുൻപ് കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് ജീവനക്കാർ പറയുന്നു. ശുചിമുറി സൗകര്യത്തിനായി സമീപത്തെ വീടുകളെയാണ് ഇവിടെയുള്ളവർ ആശ്രയിക്കുന്നത്. ഓഫീസിൽ ഭിന്നശേഷി സൗഹൃദ ശുചിമുറി അടുത്തിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയായി ഇതിലും വെള്ളം എത്തിയിട്ടില്ല. ശുചിമുറി പരിസരം മുഴുവൻ കാട് കയറിയ നിലയിലാണ്. പൈപ്പ്, ടോയ്ലറ്റ് തുടങ്ങിയവയും ഉപയോഗിക്കാതെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷിപ്പനിയുടെ പേരിൽ താറാവുകളെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടുമായി ഹോമിയോ ഡോക്ടർമാർ. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരുന്നതായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഹോമിയോ ചികിത്സ നൽകി താറാവുകളെ സംരക്ഷിക്കാൻ ശ്രമം നടത്തണമെന്ന് ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കുട്ടനാട്ടിലും സമീപ പ്രദേശങ്ങളിലും പടർന്നു പിടിക്കുന്ന പക്ഷിപ്പനി ഹോമിയോപ്പതി ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ട ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി പ്രസിഡന്റ് ഡോക്ടർ ഇസ്മയിൽ സേട്ട് ആവശ്യപ്പെട്ടു. 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് താറാവുകളെയും കോഴികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പാവങ്ങളായ കർഷകർ കഷ്ടപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ ഈ വറുതിയുള്ള സമയത്ത് അവരുടെ നഷ്ടങ്ങൾ വളരെ വലുതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ അവസരത്തിൽ എന്താണ് പക്ഷിപ്പനി? നമുക്കറിയാം, ഇതൊരു വൈറൽ രോഗമാണ് പക്ഷിപ്പനി, ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത്. ലോകത്ത് നമ്മൾ H1N1 ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ലോക രാജ്യങ്ങളിൽ പല മീഡിയാസും അത് ഹൈലൈറ്റ് ചെയ്യുകയും അത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്, നമുക്കതറിയാം. പക്ഷേ കഴിഞ്ഞ 15 അല്ലെങ്കിൽ 20 വർഷമായിട്ട് കേരളത്തിലെ പക്ഷിപ്പനി വന്നിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിക്ക് പക്ഷിപ്പനി പടർന്നതായിട്ട് നിങ്ങൾ കേൾക്കുകയോ കാണുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് ഒരു ചോദ്യമാണ്. നിങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. കാരണം അതിലേക്ക് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ 10,000-കണക്കിന് പക്ഷികളെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ താറാവിനെ കൊല്ലുമ്പോൾ അതിലവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് ജനങ്ങളിലേക്ക് പടരും എന്നാണ്. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ മറ്റ് സാഹചര്യവും വെച്ചിട്ട് ഇവിടുത്തെ പക്ഷിപ്പനി ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് പടരുന്നില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണം. വെറ്റിനറി മേഖലയിൽ ഹോമിയോപ്പതിക്കുള്ള സാധ്യത പ്രസ്തുത മേഖലയിലുള്ളവർ തന്നെ അംഗീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർശ്വഫലങ്ങൾ ഇല്ലാത്തതും തുലവും ചിലവ് കുറഞ്ഞതുമായ ഹോമിയോപ്പതി ചികിത്സയുടെ സാധ്യത പരിഗണിക്കാതെ 10,000-കണക്കിന് താറാവുകളെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്ന പ്രാകൃത രീതി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 15 വർഷമായി കേരളത്തിൽ പക്ഷിപ്പനി പടരുന്നെങ്കിലും നാളിതുവരെ മനുഷ്യരിലേക്ക് പനി പടർന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആവശ്യമെങ്കിൽ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഹോമിയോപ്പതി വെറ്റിനറി ഡോക്ടർമാർ പ്രദേശം സന്ദർശിച്ച് ഔഷധ നിർണയത്തിനും ചികിത്സയ്ക്കും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ധനേഷ് ജയസിംഹൻ, ഡോക്ടർ എഹിയ പറക്കവട്ടി, ഡോക്ടർ VK ദേവരാജ്, ഡോക്ടർ മഞ്ജു ഗോപിനാഥ് എന്നിവരും പങ്കെടുത്തു. പുളിങ്കുന്ന് വികസന പൗരസമിതിയുടെയും ജനശ്രീ മണ്ഡലം സഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ജനശ്രീ മണ്ഡലം സഭ ചെയർപേഴ്സൺ ജോളി ജോസഫിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ സമ്മേളനം. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. 21-ാം തീയതി രാജീവ്ജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അതുകൊണ്ട് ഇവിടെ ശ്രീ ജോളി ജോസഫ് പ്രഖ്യാപിച്ചതുപോലെ ഇനി മുതൽ എല്ലാ പ്രാവശ്യവും മെയ് മാസം 21-ാം തീയതി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന ദിവസം
നോട്ട് ബുക്ക് വിതരണം നടത്തണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ 11ാം വാർഡിലെ അർഹരായ ആവശ്യക്കാരായ മുഴുവൻ ആളുകൾക്കും നോട്ട് ബുക്ക് കൊടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 16 വർഷവും നടത്തിയപ്പോഴുള്ള തീരുമാനം. ബുക്കിന് പോയിട്ട് ബുക്ക് കിട്ടിയില്ല എന്നാരും പറയാത്ത വിധം നോട്ട് ബുക്ക് വിതരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീമതി ജോളി ജോസഫ് പഞ്ചായത്ത് മെമ്പറായിരുന്ന സന്ദർഭത്തിലാണ് പുളുങ്ങുന്ന വികസന പൗരസമിതി എന്ന ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ ആഭിമുഖ്യത്തിലും ജനശ്രീയുടെ ആഭിമുഖ്യത്തിലും നോട്ട് ബുക്ക് വിതരണം നടത്തണം എന്ന് തീരുമാനിച്ചു. പുളുങ്ങുന്ന വികസന പൗരസമിതി PVPS എന്ന് പറയുന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പായി നിലനിൽക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ വാട്സപ്പിൽ ഒതുങ്ങി നിൽക്കുന്ന ഇന്നലെ വരെയുള്ള ചരിത്രം മാറ്റി. യോഗത്തിൽ പുളിങ്കുന്ന് പഞ്ചായത്ത് 11ാം വാർഡിലെ 200ഓളം കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജോസഫ് മമ്പൂത്ര വിതരണ കർമ്മം നിർവഹിച്ചു. ലിജോ മാത്യു, ഷാരോൺ ടിറ്റോ, അപ്പച്ചൻ മാളേക്കമഠം എന്നിവർ സംസാരിച്ചു. ചൈനീസ് കുങ്ഫുവിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ തലവടി സ്വദേശികളെ ആദരിച്ചു. ഈഗിൾ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നടന്ന 40 പേർ പങ്കെടുത്ത മത്സരത്തിൽ തലവടിയിൽ നിന്നുള്ള 7 പേരും ബ്ലാക്ക് ബെൽറ്റ് നേടിയിരുന്നു. ഈഗിൾ മാർഷൽ ആർട്സ് അക്കാദമിയിലെ പരിശീലകനായ KC മഹേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ലക്ഷ്മി ഹരികുമാർ, ആരോൺ വർഗീസ് ജോൺ, സ്വാതി സതീഷ്, R ആദിത്യൻ, സഞ്ജയ് സതീഷ്, മാത്യു സഖറിയ, ശ്രേയ ശ്രീജിത്ത്, ജീവൻ ജോർജ് എന്നിവർക്കാണ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടത്വ SI സജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുംഫു പോലെയുള്ള മാർഷൽ ആർട്ടുകൾ കുട്ടികളുടെ മനസ്സിനും ശരീരത്തിനും ശരിയായ ഊർജം നൽകുന്നതിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയോടെ വളരുവാൻ പ്രചോദനമാകുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ പറയുന്ന സ്കൂള് അല്ലെങ്കിൽ കോളേജ് അത് കഴിഞ്ഞാൽ പിന്നെ അലസമായി മറ്റു പല കുട്ടികളിൽപ്പെട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് അവരുടെ വളർച്ചയെ, അവരുടെ പഠനത്തെ വളർച്ചയൊക്കെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന മാർഷൽ ആർട്സ് പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഇതര തരത്തിലുള്ള സ്പോർട്സ്, ഗെയിംസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ അവരുടെ പഠനത്തിനും വളർച്ചയ്ക്കും അവരുടെ മാനസികവും ശാരീരികമായിട്ട് വളർച്ച, അവരുടെ വ്യക്തിത്വ വികസനം ഇതിനൊക്കെ ഏറെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്ന് പറയുന്നത്, പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആയോധന കാര്യങ്ങൾ. പരിശീലകരായ KC മഹേഷ്, രാജേഷ്, ലിബിൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കൊപ്പം രക്ഷാകർത്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. തലവടി തൃക്കയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ഉത്സവം ഭക്തിസാന്ദ്രമായി. മേൽശാന്തി പടിഞ്ഞാറെ കൂടൽമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ. ബുധനാഴ്ച രാവിലെ 4:30 പള്ളി ഉണർത്തൽ, 4:45 നിർമ്മാല്യം എന്നിവയോടെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചു. 5:45 ഗണപതി ഹോമം, 7 ഉഷപൂജ, 8 നാരായണീയ പാരായണം, 11 നവകം, പഞ്ചഗവ്യാഭിഷേകം എന്നിവയും ഉച്ചയ്ക്ക് 1 അന്നദാനവും നടന്നു. വൈകിട്ട് 6:30 ദീപാരാധനയിലും തുടർന്ന് നടന്ന ദീപക്കാഴ്ചയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ഭഗവതി സേവ, ഭജന, അത്താഴപൂജ എന്നിവയോടുകൂടിയാണ് നരസിംഹ ജയന്തി ഉത്സവത്തിന് സമാപനമായത്. ഇനി ഇന്നത്തെ ഏതാനും അറിയിപ്പുകൾ. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/STയുടെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ മുതൽ സംഘടിപ്പിക്കുന്ന സ്റ്റൈഫൻഡോടുകൂടിയ വിവിധ കമ്പ്യൂട്ടർ പരിശീലന ക്ലാസുകൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അതത് താലൂക്കുകളിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടോ അല്ലാതെയോ മെയ് 30 മുൻപായി അപേക്ഷ നൽകണം. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ അതിനു മുകളിൽ. പ്രായപരിധി 18-30. വാർഷിക വരുമാന പരിധി 3 ലക്ഷം. വിശദ വിവരങ്ങൾക്ക് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായും ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുമായും ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ നൈപുണ്യ വികസന പരിശീലന സ്ഥാപനമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂരിൽ മെയ് 25 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ പ്രശസ്ത എഴുത്തുകാരനും കോർപ്പറേറ്റ് കൗൺസിലറുമായ പ്രൊഫസർ ഡോക്ടർ KP നജീമുദ്ദീൻ നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് സൗജന്യമായി സംഘടിപ്പിച്ചിരിക്കുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ഓറിയന്റേഷൻ ക്ലാസ്സിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്കാണ് പങ്കെടുക്കാൻ അവസരം. താൽപ്പര്യമുള്ളവർക്ക് 62820953
334 എന്ന നമ്പറിൽ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം കാറ്റഗറി നമ്പർ 727/2022 തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം PSCയുടെ കോട്ടയം ജില്ലാ ഓഫീസിൽ മെയ് 30, 31 തീയതികളിൽ രാവിലെ 9:30 ഉച്ചയ്ക്ക് 12 നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ തിരിച്ചറിയൽ രേഖ, യോഗ്യത, വെയിറ്റേജ്, കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന അസൽ രേഖകൾ, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാകണം. അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ എന്നിവ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഇന്റർവ്യൂ സമയത്ത് നൽകണം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6820 രൂപ, പവന് 54,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.